ഹലോ ഹായ് വെൽക്കം ബാക്ക്. ഇഫ് ക്ലോസ് എന്ന് പറയുന്നത് നമ്മുടെ +1 ഗ്രാമറിലെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ചിലപ്പോൾ 2 മാർക്കിനൊക്കെ ചോദിക്കുള്ളൂ, പക്ഷെ എന്തിനാണ് നമ്മളത് കളയുന്നത്? ഈ ഇഫ് ക്ലോസ് എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ നാട്ടുകാർ, വീട്ടുകാർ, കുടുംബക്കാരൊക്കെ നമ്മളോട് സ്ഥിരമായിട്ട് ഉപദേശിക്കുമ്പോൾ എടുത്ത് പ്രയോഗിക്കാറുള്ള ഒരു സാധനമാണ് ഇഫ് ക്ലോസ് എന്ന് പറഞ്ഞത്. പറഞ്ഞുതരാം. നിനക്ക് അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ചെയ്താൽ അങ്ങനെ നടക്കും എന്നൊക്കെ പറയില്ലേ. നിനക്ക് നേരത്തിനും കാലത്തിനും നീ എണീച്ചാൽ സമയത്തിന് സ്കൂളിൽ പോകേണ്ടി പറ്റും. ഇപ്പൊ ഇങ്ങനെ കാള കളിച്ച് നടന്നാൽ നിന്റെ എക്സാം കൊളയാവും. അല്ലെങ്കിൽ നിനക്ക് നല്ലപോലെ പഠിച്ചാൽ നിനക്കൊരു നല്ല ജോലി കിട്ടും. ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ടുള്ള, ഇങ്ങനെ ഉപദേശിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സാധനമാണ് ഇഫ് ക്ലോസ് എന്ന് പറഞ്ഞത്. എന്ന് വെച്ചാൽ എപ്പോഴും അവിടെ ഒരു കണ്ടീഷൻ ഉണ്ടാവും. ഇങ്ങനെ നടന്നാൽ അങ്ങനെ നടക്കും, ഇങ്ങനെ നടന്നില്ലെങ്കിൽ ഇങ്ങനെ നടക്കില്ല. എപ്പോഴും ഒരു കണ്ടീഷൻ ഉണ്ടാവും. വളരെ സിമ്പിൾ ആണ്. ഈ കണ്ടീഷണൽ ക്ലോസിൽ 2 പാർട്ട് ഉണ്ടാവും. ഒന്ന് ഇഫ് ക്ലോസും ഒന്ന് മെയിൻ ക്ലോസും. ഇവിടെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇഫ് യു സ്റ്റഡി ഹാർഡ് യു വിൽ ക്രാക്ക് ദി എക്സാം. ഒരു എക്സാമ്പിൾ ആണ്. ഇവിടെ നിങ്ങളൊരു കോമ കണ്ടോ? ഈ കോമക്ക് തൊട്ട് മുന്നേ ഉള്ള ഇഫ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്തിനെയാണ് നമ്മൾ ഇഫ് ക്ലോസ് എന്ന് വിളിക്കുന്നത്. ഇനി കോമ കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ഈ ഭാഗത്തിനെയാണ് നമ്മൾ മെയിൻ ക്ലോസ് എന്ന് വിളിക്കുന്നത്. 3 ടൈപ്പേ ഉള്ളൂ. ഈ 3 ടൈപ്പ് പഠിച്ചു കഴിഞ്ഞാൽ സംഭവം സെറ്റാണ്. ടൈപ്പ് നമ്പർ 1 എന്ന് പറയുന്നില്ലേ, നമ്മുടെ ഇഫ് ക്ലോസിൽ, കോമക്ക് തൊട്ട് മുന്നുള്ള ഇഫ് ക്ലോസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേർബ് അത് V1-ലാണെങ്കിലാണ് ടൈപ്പ് നമ്പർ 1. ഇഫ് യു ആസ്ക് ഫോർ എ കോഫി യു ക്യാൻ ഗെറ്റ് ഇറ്റ്. നീ ഒരു കോഫി ചോദിച്ചാൽ നിനക്കത് കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മൾ V1 ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ മെയിൻ ക്ലോസിൽ യൂസ് ചെയ്യേണ്ട ഓക്സിലറി വേർബ് വിൽ, ക്യാൻ, ഷോൾ, മേ എന്ന് പറയുന്ന 4 ഏതെങ്കിലും ഒന്നായിരിക്കണം. മാത്രമല്ല ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട വെർബ്, അതായത് മെയിൻ ക്ലോസിൽ യൂസ് ചെയ്യേണ്ട വെർബും V1-ൽ തന്നെ ആയിരിക്കണം. വേറെ എക്സാമ്പിൾ പിടിച്ചോ. ഇഫ് യു വർക്ക് ഹാർഡ്, എന്ത് പറയാം നമുക്ക്? നീ നല്ലപോലെ പണിയെടുത്താൽ നിനക്ക് നല്ലപോലെ സമ്പാദിക്കാം എന്ന് പറയാം. അപ്പൊ എന്ത് പറയാം നമുക്ക്? യു ക്യാൻ ഏൺ വെൽ. ഇവിടെ നമ്മൾ ക്യാൻ ആണ് യൂസ് ചെയ്തത്, കാരണം ഈ 4 ഓപ്ഷൻ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഏൺ ആണ് യൂസ് ചെയ്തത്, കാരണം മെയിൻ ക്ലോസിലെ വേർബ് അത് V1-ലായിരിക്കണം. ഇപ്പൊ നിങ്ങൾ വിചാരിച്ച പോലെ തന്നെ ടൈപ്പ് നമ്പർ 2 എന്ന് പറയുന്നത് നമ്മൾ ഇഫ് ക്ലോസിൽ V2 യൂസ് ചെയ്യുമ്പോഴാണ്. ഇഫ് യു ആസ്ക് ഫോർ എ കോഫി യു കുഡ് ഗെറ്റ് ഇറ്റ്. നീ ഒരു കോഫി ചോദിച്ചിരുന്നെങ്കിൽ നിനക്കത് കിട്ടിയിരുന്നേനെ എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. സോ ഇവിടെ നമ്മൾ മെയിൻ ക്ലോസിൽ യൂസ് ചെയ്യേണ്ട ഓക്സിലറി വേർബ് വുഡ്, കുഡ്, ഷുഡ്, മൈറ്റ് എന്ന് പറയുന്ന 4 ഏതെങ്കിലും ഒന്നായിരിക്കണം. പക്ഷേ ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട വെർബിൽ ഒരു മാറ്റവും, അത് V1-ൽ തന്നെ ആയിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇഫ് യു വർക്ക് ഹാർഡ് എന്നുള്ളടത്ത് ഇഫ് യു വർക്ക്ഡ് ഹാർഡ് എന്നുള്ളത് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? യു കുഡ് ഏൺ വെൽ എന്നുള്ളതായിട്ട് മാറും. ഇവിടെ നമ്മൾ ഓക്സിലറി വേർബ് ഈ 4 ഒരെണ്ണമാണ് എടുത്തത്, പക്ഷെ ഏണിന് മാറ്റമൊന്നുമില്ല, കാരണം അത് V1-ൽ തന്നെ ആയിരിക്കണം നിർബന്ധമുണ്ട്. ഇനി ടൈപ്പ് നമ്പർ 3 എന്ന് പറയുന്നത് ഹാഡ് പ്ലസ് V3 ആകുമ്പോഴാണ്. ഇഫ് ക്ലോസിലെ ഇഫ് യു ഹാഡ് ആസ്ക് ഫോർ എ കോഫി എന്നാ വന്നത്, ഹാഡ് പ്ലസ് V3 ആണ് ഇവിടെ വന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ ക്ലോസിൽ വുഡ് ഹാവ്, കുഡ് ഹാവ്, ഷുഡ് ഹാവ്, മൈറ്റ് ഹാവ് ആണ് വരേണ്ടത്. മാത്രമല്ല അതിനുശേഷം യൂസ് ചെയ്യേണ്ട വെർബ് അത് V3-ലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു എക്സാമ്പിൾ പിടിച്ചോ. ഇഫ് യു ഹാഡ് വർക്ക്ഡ് ഹാർഡ് എന്നുള്ളതാണ്. ഇവിടെ വർക്ക്ഡ് ഹാർഡ് ആണ്, ഇവിടെ V2 ആണ്. ഇവിടെ ഹാഡ് പ്ലസ് V3 ആണ് വന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം യൂസ് ചെയ്യേണ്ടത് ഈ 4 ഏതെങ്കിലും ഒരു ഓക്സിലറി വേർബ് ആണ്. നമുക്ക് എന്ത് പറയാം? യു കുഡ് ഹാവ്. ഇനി ഏൺ എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. ഏൺഡ് എന്ന് പറയണം. ഏൺഡ് എന്ന് പറയുമ്പോൾ അത് V3 ഏൺഡ് വെൽ എന്നായിട്ട് മാറും. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ മാറ്റം എന്ന് പറയുന്നത്. ഇഫ് ക്ലോസിൽ V1 ആണ് വരുന്നുണ്ടെങ്കിൽ വില്ല്, ക്യാൻ, ഷോൾ, മേ അതിന്റെ കൂടെ വരേണ്ട വേർബ് V1. ഇഫ് ക്ലോസിൽ V2 ആണ് വരുന്നുണ്ടെങ്കിൽ മെയിൻ ക്ലോസിൽ വുഡ്, കുഡ്, ഷുഡ്, മൈറ്റ് അതിന്റെ കൂടെയും വരുന്ന വേർബ് V1-ലാണ്. ഇഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് V3 ആണ് വരുന്നുണ്ടെങ്കിൽ മെയിൻ ക്ലോസിൽ വുഡ് ഹാവ്, കുഡ് ഹാവ്, ഷുഡ് ഹാവ്, മൈറ്റ് ഹാവ് അതിന്റെ കൂടെയും വരുന്ന വേർബ് V3-ലായിരിക്കും വരുന്നത്. ഒരു ക്വസ്റ്റ്യൻ പിടിച്ചോ. കംപ്ലീറ്റ് ദ ഫോളോയിങ് പാസേജ് വിത്ത് റൈറ്റ് ഫോം ഓഫ് ദ വേർബ്സ് ഗിവൻ ഇൻ ബ്രാക്കറ്റ്സ്. ഇഫ് യുണൈറ്റഡ് നേഷൻസ് ഡാഷ്, ഇവിടെ ഒരു വേർബ് തന്നിട്ടുണ്ട്. ദ വാർ ബിറ്റ്വീൻ 2 countries ബിഫോർ ഹാൻഡ് സോ മെനി ചിൽഡ്രൻ ആൻഡ് ദ ഓൾഡ് വുഡ് നോട്ട് ഹാവ് സഫേർഡ് ഫ്രം ഹങ്കർ ആൻഡ് കോൾഡ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ ഒരു കോമ കൊടുത്തിട്ടുണ്ട്. ഈ കോമക്ക് ശേഷം വരുന്ന ഓക്സിലറി വേർബ് കണ്ടോ? വുഡ് ഹാവ് എന്നാണ് പറയുന്നത്. ഇവിടെ വുഡ് ഹാവ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇഫ് ക്ലോസിൽ എന്തായിരിക്കും? ഹാഡ് പ്ലസ് V3 ആണ് വരേണ്ടത്. ഹാഡ് പ്ലസ് V3 എന്ന് പറയുമ്പോൾ എന്തായിട്ട് മാറും? ഇഫ് യുണൈറ്റഡ് നേഷൻസ് ഹാഡ് സ്റ്റോപ്ഡ് എന്നായിട്ട് മാറും. ഓക്കെ. ഇനി 2, ഇഫ് ദ സിറ്റുവേഷൻ കണ്ടിന്യൂസ് ദ സെയിം ടു മെനി ലൈഫ്സ് ഡാഷ് ലൂസ്. അല്ലെ, ഇഫ് സിറ്റുവേഷൻ കണ്ടിന്യൂസ് എന്ന് പറയുന്നത് എന്താ? ഇവിടെ V1 ആണ്. അല്ലെ, ഇവിടെ നേരത്തെ നിങ്ങൾ കണ്ടതാണല്ലേ. V1 വന്നു കഴിഞ്ഞാൽ വില്ല്, ക്യാൻ, ഷോൾ, മേ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് വിൽ എന്നാക്കാം. ലൂസിന് മാറ്റമൊന്നുമില്ല, കാരണം ലൂസ് എന്ന് പറയുന്നത് V1 തന്നെയാണ്. അപ്പൊ അതിൽ മാറ്റമൊന്നുമില്ല. വേറെ ക്വസ്റ്റ്യൻ നോക്കിയോ. ഇഫ് ദി എക്സാം ഇസ് ഫാസ്റ്റ് അപ്രോച്ചിങ് ആൻഡ് യു ഫീൽ കോൺഫിഡൻറ്റ് but you come to know that your friend is in despair and may skip the exam. As a true friend, you wish to help him with good advice.
Prepare 2 pieces of advice using the expressions given to help him solve his problem. നിങ്ങൾ കോൺഫിഡന്റ് ആണ് എക്സാമിനെ കുറിച്ച് ആലോചിച്ച് നിങ്ങൾക്ക് പേടിയൊന്നുമില്ല, കാരണം എജുപോർട്ടൊക്കെ ഉണ്ടല്ലോ, അപ്പൊ നിങ്ങൾക്ക് എല്ലാ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾ സെറ്റാണ്. പക്ഷെ നിങ്ങൾ അറിയാണ് നിങ്ങളുടെ ഫ്രണ്ട് ഏകദേശം വെള്ളത്തിലാവുന്ന മട്ടാണ്. അപ്പൊ നിങ്ങൾ അവനോട് എന്ത് പറയണം? നിങ്ങൾ അവനെ ഉപദേശിക്കണം. ഞാൻ പറഞ്ഞു, അതേ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു, KT മിറാഷ് ഉപദേശിയുടെ എന്താ പറയാ അഡ്വൈസുകൾ കൊടുക്കാനും സജഷൻസ് കൊടുക്കാനുള്ള ഒരു ഗ്രാമറാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള ഇഫ് ക്ലോസ് എന്ന് പറഞ്ഞത്. അപ്പൊ ഇഫ് യു വർക്ക് ഹാർഡ് എന്ന് പറഞ്ഞാൽ നീ നല്ലപോലെ പണിയെടുത്താൽ നിങ്ങൾക്ക് പാസ്സാവാം എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇവിടെ വർക്ക് എന്ന് പറയുന്നത് എന്താണ്? V1 ആണ് അല്ലെ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ടൈപ്പ് ആണ്. ഇഫ് യു വർക്ക് ഹാർഡ് യു ക്യാൻ പാസ് ദി എക്സാം എന്ന് പറയാം. കണ്ടോ, ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഓക്സിലറി വെർബ് ക്യാൻ ആണ്. അതുപോലെ തന്നെ പാസ് ആണ് നമ്മൾ പറഞ്ഞത്, V1 കൊടുത്തിരിക്കുന്നത്. ഇഫ് ഐ വേർ യു, ഇത് V2 സെക്കൻഡ് ടൈപ്പ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത് കുഡ്, വുഡ്, ഷുഡ്, മൈറ്റ്, ആ ഒരു 4 ഏതെങ്കിലും ഒന്നാണ്. ഇഫ് ഐ വേർ യു, ഐ വുഡ് നോട്ട് സ്കിപ്പ് ദി എക്സാം എന്ന് നമുക്ക് പറയാം. സ്കിപ്പ് ദി എക്സാം എന്ന് പറയാം. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ ഈ എക്സാം സ്കിപ്പ് ചെയ്യില്ലായിരുന്നു എന്ന് നമുക്ക് പറയാം. ഇവിടെ കണ്ടോ, വുഡ് ആണ് യൂസ് ചെയ്തത്, സ്കിപ്പ് V1 തന്നെയാണ്, അവിടെ മാറ്റമൊന്നുമില്ല. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് എഴുതേണ്ടത്? ഇഫ് ക്ലോസ് എഴുതേണ്ടത്. വളരെ സിമ്പിൾ ആണ്. 2 മാർക്കിനെ മാക്സിമം ചോദിക്കുള്ളൂ. പക്ഷേ ആ 2 മാർക്ക് നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. ഈസി ആയിട്ട് കിട്ടാവുന്ന സാധനമേ ഉള്ളൂ. ഈ 3 ടൈപ്പ് നിങ്ങൾ പഠിച്ചാൽ മതി. സോ ഇപ്പൊ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ആയിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.